അല്ല, SIT വിളിച്ചാൽ ആരാണെങ്കിലും പോയി അവരെ ചോദ്യം ചെയ്യൽ വിധേയമാകേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം പോയി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല. പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഇത്രയും ദിവസമായിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നതല്ലേ. കാരണം മുഖ്യമന്ത്രി പോറ്റിയുമായിട്ട് ഇരിക്കുന്ന പടം പുറത്തു വന്നതല്ലേ. അപ്പോൾ ഒരാളുമായിട്ടുള്ള പടം പുറത്തു വരുന്നതിൻ്റെ പേരിൽ ആളുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അദ്ദേഹവുമായി നിൽക്കുന്ന പടം പുറത്തു വന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ സ്വാഭാവികമായ ജാമ്യം കിട്ടുന്ന നടപടി അവർ കൈക്കൊണ്ടത്. എവിടെ ഒരു ഭാഗികമായ കുറ്റപത്രം പോലും സമർപ്പിക്കില്ലല്ലോ. അതിന് പറയുന്ന കാരണം സാങ്ഷൻ കിട്ടിയില്ല. ആരാ കൊടുക്കണ്ടേ? മുഖ്യമന്ത്രി. കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് തരേണ്ടതാണ് മുഖ്യമന്ത്രി താഴെയുള്ള ലബോറട്ടറി. അത് 2 ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. അത് ചെയ്യാതെ എല്ലാവർക്കും സ്വാഭാവികമായ ജാമ്യം കിട്ടുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല, ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ ആണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അതിലപ്പുറം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ നമുക്ക് കഴിയട്ടെ. ശ്രീ രമേശ് ചെന്നിത്തല, ഇപ്പോൾ അടൂർ പ്രകാശ് പല ഘട്ടങ്ങളിലായി പോറ്റിയുടെ വീട്ടിൽ പോയിരിക്കുന്നു, വീടുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളിൽ പങ്കെടുത്തിരിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി SITക്ക് കിട്ടുന്നുണ്ട്. അയൽവാസിയുടെ മൊഴിയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയും ഇരുവരും തമ്മിലുള്ള ബന്ധം കേവലം ഒരു പരിചയക്കാരൻ എന്നുള്ള ബന്ധത്തിനപ്പുറമുണ്ട് എന്നതിന്റെ സൂചനകളല്ലേ? അദ്ദേഹത്തിന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് മണ്ഡലത്തിൽപ്പെട്ട ആളാണ് പോറ്റിയുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, തുറന്നു പറഞ്ഞ കാര്യമല്ലേ. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പെടുത്തുകൊണ്ട് രാഷ്ട്രീയമായ UDFനെ കൂടി മോശക്കാരാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഥമമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. യാത്രയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയില്ല. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾ പുറത്തു വരാനും അവരെ രക്ഷിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല. ഞാനൊരു പ്രൈമ ഫേസി പറഞ്ഞ കാര്യമാണ്. മറ്റു കാര്യങ്ങൾ വരട്ടെ. ശരി, വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന്. രാഷ്ട്രീയമാണ് ഇത്, ഈ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയമാണ്, മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അതിന് നിർദ്ദേശം നൽകിയത് എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശും പോറ്റിയുമൊപ്പമുള്ള ചിത്രങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചോദ്യമാണ്. 4 CPM നേതാക്കൾ അറസ്റ്റിലായി അകത്ത് കിടക്കുമ്പോൾ കോൺഗ്രസിനെതിരെ നീങ്ങുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. ആ നിലയ്ക്കുള്ള പ്രതിരോധം തന്നെയായിരിക്കും എന്നുള്ള സൂചനകൾ നേരത്തെയും പല നേതാക്കളും നൽകിയതാണ്. ഏതായാലും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്നുള്ള പ്രതികരണം ഇതാ K. മുരളീധരന് പിന്നാലെ രമേശ് ചെന്നിത്തലയും നടത്തിയിരിക്കുന്നു.